എനിക്കിപ്പോഴും ഇഷ്ടം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു കൈൻഡ് ഓഫ് ഫിലിംസാണ് എനിക്കിഷ്ടം. ലൈക്ക് കാണാൻ ഇഷ്ടം ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ആൻഡ് മേക്ക് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനത്തെയൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്ന് ഉള്ളിൻ്റെ വേറൊരു സാധനം കൂടെ അതിൻ്റെ വന്നു പോകുന്നത്. ഞാൻ ഭരതനെ ഇഷ്ടമാണ്. ഭരതനെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭരതൻ എനിക്ക് തോന്നിയത് വൈശാലി ഈസ് എ സെലിബ്രേറ്റഡ് മൂവി ഇൻ മൈ ഹൗസ്. അപ്പോൾ വൈശാലി ഭയങ്കര ഒരു കോൺവെർസേഷനിൽ എപ്പോഴും വൈശാലിയും ഇതൊക്കെ വരും. അപ്പോൾ എനിക്ക് പക്ഷേ താഴ്വാരമാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് വൈശാലി അങ്ങോട്ട് എനിക്കെന്തോ എല്ലാവരും ഒരു വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് എനിക്ക് പിന്നെ ഇപ്പോഴൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് ഫിലിം ഈസ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ അതിൽ മറ്റേ മഴ പെയ്യാൻ വേണ്ടി മന്ത്രം ജപിച്ച കഥയൊക്കെ വീട്ടിൽ ലൈക്ക് ഹൗസ് ഹോൾഡ് സ്റ്റോറീസ് ഉള്ളത്. അപ്പോൾ അച്ഛൻ ഐ തിങ്ക് വാസ് എ ഭരതൻ ഫാൻ. അപ്പോൾ അച്ഛൻ്റെ ഈ ഭരതൻ സാധനം കാരണം ഞങ്ങൾ ഒരുപാട് വെങ്കലമൊക്കെ കണ്ടിട്ടുണ്ട്. കോൺസെപ്ഷ്യലി അന്ന് വെങ്കലമൊക്കെ കാണുമ്പോഴത്തേക്കും ഇമേജിൻ്റെയൊക്കെ ഐഡിയാസ് ഭയങ്കരമായിട്ട്. പിന്നെ ഭരതൻ്റെ ഒരു സംഭവം വെച്ചാൽ ലൈക്ക് ആംബിയൻസ് ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ് ഭരതനെ. ഇമേജ് വെച്ചിട്ട് ആംബിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആസ് എ പെയിൻറ്റർ മൈസെൽഫ് എൻ്റെ ഫസ്റ്റ് തോട്ട് പ്രോസസ്സ് വരുന്നത് ഇമേജിൽ നിന്നാണ്. സോ ഐ തിങ്ക് certain filmmakers have music as their first ഇത്, certain filmmakers have text as their first ഇത്. എനിക്ക് ഇമേജാണ്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് തിങ്കിങ് ഹൗ ഡു ഐ ഗെറ്റ് തിങ്സ് അറൗണ്ട് ദിസ് ഇമേജ്, ഹൗ ഡു ഐ ബ്രിങ് ദിസ് ഇമേജ് ഇൻ ടു കോണ്ടെക്സ്റ്റ് എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഭരതൻ്റെ പ്രോസസ്സ് അതായിരിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഭരതനെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ ആൻഡ് ഭരതന് ഇഷ്ടം കാരണം ഞാൻ സിദ്ധാർത്ഥൻ്റെ ഫസ്റ്റ് ഫിലിമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പം താഴ്വാര എനിക്ക് തിയേറ്ററിൽ കണ്ട് കൊച്ചിലാണ് ഞാൻ കണ്ടത്. ലൈക്ക് ഐ വാസ് വെരി വെരി യങ്. അപ്പോൾ എനിക്ക് പേടിയായി താഴ്വാര കണ്ടത്. അപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ അകത്ത് പ്രേതമില്ലാതെ പേടിയാവുന്ന ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് കൊച്ചിലെ പേടിയായിട്ട് പിന്നെ ഞാൻ വീണ്ടും അത് റീവിസിറ്റ് ചെയ്തു. അപ്പോൾ ദിസ് ഗൈ ക്യാൻ കിൽ ദി അതർ ക്യാരക്ടർ എനി ടൈം. ഇപ്പോൾ രാത്രി മൂടിക്കിടക്കുമ്പോഴൊക്കെ ആരെങ്കിലും വന്ന് കൊല്ലും. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഷീറ്റൊക്കെ മൂടിക്കിടക്കുമ്പോൾ വരും കൊല്ലാൻ അവനും ചാകാതിരിക്കാൻ ഞാനും. ആ മൂഡ് പിടിച്ചിട്ടുണ്ട്. ദെൻ ഐ സോ താഴ്വാരം എഗെയിൻ ലേറ്റർ ആഫ്റ്റർ വാച്ചിങ് എ ലോട്ട് ഓഫ് സ്പഗേറ്റി വെസ്റ്റേൺസും സെർജിയോ ലിയോണയുടെ ഫിലിംസും ഹോളിവുഡിലെ ട്രിലജീസും എല്ലാം കണ്ടിട്ട് ഐ കെയിം ടു താഴ്വാരം അഗെയിൻ. ആൻഡ് മാൻ ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ഫിലിം, ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഷോട്ട് തൊട്ട് അപ്പോൾ താഴ്വാരം എനിക്ക് ട്രിപ്പായി. ലൈക്ക് ആൻഡ് നീറ്റ്ലി ഡെവലപ്ഡ് വില്ലൻ, പക്ഷേ ദ മോട്ടീവ്സ് ആർ നോട്ട് ക്ലിയർ. അപ്പം അതൊക്കെ ഭയങ്കര കുറച്ചൊരു വെസ്റ്റേൺ പരിപാടിയാണ്. അപ്പോൾ എനിക്ക് താഴ്വാരം ആൻഡ് ഓൾസോ ഹൗ താഴ്വാരം എംബ്രേസസ് ദ ജോഗ്രഫി ഒക്കെ. അപ്പോൾ ബൈ ദാറ്റ് ടൈം ഐ ഹാഡ് കം ടു ദിസ് ഐഡിയ ദാറ്റ് സ്ക്രിപ്റ്റ് നീഡ്സ് എത്നോഗ്രഫി, ജോഗ്രഫി, വിഷ്വൽ എത്നോഗ്രഫി, ഇറ്റ് ഓൾസോ നീഡ്സ് ക്യാരക്ടർ ആർക്സ് എന്നൊക്കെ പറഞ്ഞ ഐഡിയ കിട്ടി തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ താഴ്വാരം റിവിസ് ചെയ്ത്. ഈ ഫിയർ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചിൽ ഞാൻ കണ്ടപ്പോഴേ പേടി ഉണ്ടായിരുന്നു, ഫിയർ ഉണ്ടായിരുന്നു മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ ലോട്ട് ഓഫ് തോട്ട്സ് വിത്ത് ഭരതൻ. വെങ്കലത്തിൽ ഡിസൈനും വെങ്കലത്തിൽ ആ ഒരു കോംപ്ലക്സിറ്റി ഇൻ മാരേജും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓൾദോ പത്മരാജൻ ഈസ് വെരി സെലിബ്രേറ്റഡ്. പത്മരാജൻ എനിക്ക് ലിറ്ററേച്ചറായിട്ടാണ് തോന്നുന്നത്. ലൈക്ക് ആസ് എ ഫിലിം മേക്കിംഗ് പത്മരാജനെക്കാട്ടും കൂടുതൽ ഭരതൻ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒത്തുവരുന്ന പരിപാടികൾ അങ്ങ് മാജിക്കാണ്. ഈ ഏർലി എക്സ്പോഷർ ടു സിനിമ എന്താണ്? ഇപ്പോൾ കോയിൻ ബ്രദേഴ്സും മറ്റേതൊക്കെ ഡിസ്കവർ ചെയ്ത് വെരി ലേറ്റ്ലി ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മുടെ സാധാരണ മലയാള സിനിമ ഞാൻ ലൈക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പോഷർ എന്നെ ഞെട്ടിപ്പിച്ചത് ജുറാസിക് പാർക്കാണ്. പക്ഷേ അതുവരെ ഞാൻ അല്ലാതെ മലയാള സിനിമ ഐഡിയർ കുട്ടിച്ചാത്തൻ, ഓഫ് ഫാബി ഒക്കെ കണ്ട് ലൈക്ക് മണിച്ചിത്രത്താഴ് ഒക്കെ മലയാള സിനിമകൾ, മോഹൻലാലൻ മമ്മൂട്ടി ഫിലിംസ് ഞാൻ വിധേയനൊക്കെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. കൊച്ചിലെ തന്നെ എൻ്റെ ഫാദർ ഇരുന്നിട്ട് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ സ്ക്രീൻ ഡാനിയൊക്കെ കണ്ടിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡാനി ഒന്നും മനസ്സിലാവേണ്ട പ്രായത്തിലല്ല ഞാൻ ഡാനി കണ്ടേക്കുന്നത്. പക്ഷേ എനിക്ക് അപ്പം മലയാള സിനിമ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മലയാള സിനിമ ഐ എം വെരി എക്സ്പോസ്ഡ് ആയിട്ട്. പിന്നെ ഐ ഗോട്ട് എക്സ്പോസ് ടു ദിസ് വെരി ലേറ്റ്. കമ്പ്യൂട്ടർ വീട്ടിൽ വാങ്ങിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ സ്റ്റാർ മൂവീസ് വന്നതിന് ശേഷമാണ് കണ്ട് തുടങ്ങിയത്, ഇംഗ്ലീഷ് കണ്ടു തുടങ്ങിയത്. അതിൽ ജുറാസിക് പാർക്കാണ്, ട്വിസ്റ്ററും ജുറാസിക് പാർക്കുമാണ് ആദ്യം. പിന്നെ അല്ലാതെ പിന്നെ കുറേ സാധാരണ ഈ ടെർമിനേറ്റർ, ഐ ഓൾസോ സോ വാൻ ഡാമിൻ്റെ സ്ട്രീറ്റ് ഫൈറ്റർ 1, 2 ഒക്കെ ഭയങ്കര രസമാണ്. ലൈക്ക് ഓൾ ദ ക്ലീഷ്, റാംബോ 1, 2, 3, പിന്നെ പതുക്കെ റോക്കി ആയി. അങ്ങനെ
നമുക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണൽ ഫിലിംസ് ഉണ്ടാവില്ല. നമ്മുടെ ഓൺ പ്രൈവറ്റ് ടൈമിൽ പോകുന്ന അങ്ങനെ. പക്ഷെ ഒരു 5 ഫിലിംസ് നെയിം ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ഞാൻ ഓഫൻ ഗോ ബാക്ക് ടു? വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന ഞാൻ റിസർവോയർ ഡോഗ്സ് റീവിസിറ്റ് ചെയ്യും. ഞാൻ മേട്രിക്സ് ഫസ്റ്റ് പാർട്ട് റീവിസിറ്റ് ചെയ്യും. ഞാൻ വൈൽഡ് ഗൂസ് ലേക്ക് എന്ന് പറയുന്നൊരു ചൈനീസാണ്, അതിപ്പം ഒരുപാട് വർഷം കാണുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമകളെ കുറിച്ച് പറയാമോ? അയ്യോ, ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമകൾ ഒരുപാടുണ്ട്. അത് ഇതും കൂടെ പറയാൻ പറ്റില്ല. ഇത് ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പാണ്ടിപ്പട റീവിസിറ്റ് ചെയ്യും. അതെന്താണ് ഈ ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ മറ്റേത് ബുജി ലെവൽ? ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമയാണ് നല്ല സിനിമ. പക്ഷേ മറ്റേന്ന് വെച്ചാൽ മറ്റേതിൽ കുറെ കൂടെ നമ്മൾ വിഷ്വൽ എവറി ഫ്രെയിം ഇസ് ഹാസ് എന്തോ മിസോൺ സീനും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ശബ്ദരേഖ പോലെയാണ്, ഭയങ്കര ഫണ്ണാണ്. അപ്പോൾ പാണ്ടിപ്പട അമ്മുവാണ് എൻ്റെ വൈഫാണ്. അപ്പം നമ്മൾ പാണ്ടിപ്പട ഇടയ്ക്ക് റീവിസിറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഫ്രിറ്റ്സ് കെറാൾഡോ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അത് ഞാൻ ഭയങ്കര ട്രബിൾ വരുമ്പോഴൊക്കെ കാണും. അതിൽ ഫ്രിറ്റ്സ് കെറാൾഡോ എന്ന് പറയുന്ന ഷിപ്പിനെ ഒരു മൗണ്ടനിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുന്ന ഹെർസോഗിൻ്റെ സിനിമയാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ഭയങ്കര ഡിപ്രഷൻ ആകുമ്പോഴത്തേക്കും ഞാൻ അതിരുന്ന് കാണും. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഫ്രിറ്റ്സ് കെറാൾഡോയിൽ ഒരു കപ്പലിനേക്ക് അവർ റിയൽ ആയിട്ട് ഒരു മൗണ്ടനിൽ കൂടെ വലിച്ചപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് സിനിമയൊക്കെ എടുത്ത് നമ്മുടെ ടാസ്ക്കൊക്കെ വളരെ കുറച്ചാണെന്ന് വിചാരിക്കും. ദെൻ അനിം ഞാനിപ്പോൾ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന പഴയ അനിമിൽ ഗോസ്റ്റ് ഇൻ ദ ഷെൽ, പഴയത് 1982 86 ആണ്. അത് ഞാൻ റീവിസിറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ഒരു 10-15 ഉണ്ട്. പക്ഷേ ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്ന സാധനങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് ആണ്. ഇപ്പം ഞാൻ ഡൻ കണ്ട് പുതിയതായിട്ട്. പിന്നെ എന്താ ലാസ്റ്റ് ഇയർ സീരീസിൻ്റെ സമയത്ത് സാമറായി ഉണ്ട്, മറ്റേ ബ്ലൂ ഐറ്റ് സാമറായി ഉണ്ട്. പിന്നെ അല്ലാതെ ഇപ്പോൾ സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സ് സീസൺ 1 കണ്ടു. പിന്നെ ഇത് കണ്ടിട്ടുണ്ട്, ചെയിൻസോ മാൻ. ഞാൻ കാരണം ചെയിൻസോ മാൻ ഞാൻ പണ്ട് വായിച്ചിട്ടുമുണ്ട്. ഞാൻ ഭയങ്കര ഫാൻ ഓഫ് ദ ആർട്ടിസ്റ്റാണ്, മരിച്ചു പോയ അയാൾ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ അത് കാണും. അതിനും ഒരുപാട് കാണും. പിന്നെ മങ്കി മാൻ കാണും. എല്ലാം ലൈക്ക് മൂവീസിൻ്റെ സ്പെക്ടക്കിൾ ഭയങ്കര മാജിക്കാണ്. എല്ലാം കാണും. ആർട്ട് ഫിലിംസൊക്കെ പിന്നെയാണ് കണ്ടു തുടങ്ങിയത്. സത്യത്തിൽ എക്സ്പോസ് ആയത് IFFK വഴിയൊക്കെയാണ്. ഇത് ആർട്ടാണെന്നൊക്കെ. മറ്റേത് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഏത് പ്രായത്തിലാണ് ഫസ്റ്റ് IFFK അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ എത്രയായിരിക്കും 12th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഇയർ കോളേജൊക്കെയാണ്. അപ്പോൾ അത് ആ ഏജിലൊക്കെ ഫസ്റ്റ് IFFK പോകുന്നത്. അല്ലാതെ ചിൽഡ്രൻസ് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലും കാണുമായിരുന്നു. അപ്പോൾ അതിലും നമുക്ക് അബ്ബാസ് കിറോസ്താമിയുടെ ഒക്കെ ചിൽഡ്രൻ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വി ഗോട്ട് ടു സീ ഓൾ ദിസ് ബിഗ് ലാൻഡ്സ്കേപ്സ് ഒക്കെ നമ്മുടെ നാട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങി. മനസ്സിലൊന്നും ആവില്ലായിരുന്നു, കണ്ടിട്ടുണ്ട്. IFFK അറ്റൻഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എന്താ പറയുക, ഒരു വലിയൊരു വേൾഡ് വ്യൂ, ഒരു പുതിയൊരു എക്സ്പോഷർ. നമ്മുടെ ഫിലിം കൾച്ചർ, കേരളത്തിലെ ഒരു ഫിലിം കൾച്ചറിന്റെ ഒരു വലിയ ഭാഗമാണല്ലേ. Cleanly one of the best things that have happened with cinema in Kerala is IFFK ചലച്ചിത്ര അക്കാദമിയുടെ ഈ ഒരു ഐഡിയ is so good that you get to see all these films that are redefining culture elsewhere and somehow that intermix with us. And ഞാൻ നേരത്തെ പറഞ്ഞ ഐബോൾ എക്കണോമിയിലോട്ട് എത്തിയിട്ടില്ല, എന്നാലും സ്റ്റിൽ യു ഗെറ്റ് ദിസ് എക്സ്പോഷർ ടു റെയർ കൈൻഡ് ഓഫ് ആൻഡ് സിനിമ ടോൾഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആസ് വെൽ. ഇപ്പോൾ ചില സിനിമകളിൽ നമുക്ക് സിനിമ എല്ലാത്തിലും നമ്മുടെ മലയാള സിനിമയുടെ ഒരു ടെക് എന്ന് വെച്ചാൽ ഒരു കോവിലകത്തെ ഒരു ചേട്ടൻ, ആ ചേട്ടന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പണ്ട് സെറ്റപ്പ് ആയിരുന്നു. ചേട്ടൻ ഗെറ്റ്സ് ഇൻ ടു ആൻ ഐഡിയ ആൻഡ് ഈ ഐഡിയയിൽ ചേട്ടൻ്റെ സൈഡ് കിക്ക് ആയിട്ടുള്ള ഒരാൾ കാണും. ആൻഡ് ദേ ഡു ദാറ്റ് ഐഡിയ, ദേ ഫേസ് എ ലോട്ട് ഓഫ് ചലഞ്ചസ്. ഇതിനകത്ത് ഒരു നടിയൊക്കെ കാണും ചിലപ്പോൾ. ആൻഡ് ദെൻ ദേ സോൾവ് എവറിത്തിങ്, അവസാനം ഒരു അടി. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ദറ്റ് വി ഹവ് സീൻ ത്രൂ ഔട്ട് ആൻഡ് എവറിവെയർ. അപ്പോൾ ഈ ഫോർമാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത ഫോർമാറ്റുകൾ പുതിയ സാധനം വരുന്നു. വേർ യു ആർ നോട്ട് telling stories of a particular person. You sometimes this is just an experience, sometimes this is a video capture. അപ്പം ജാഫർ പനായുടെ ആ സിനിമ ഞാൻ കാണുന്നത്, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കാണുന്നത്.
ഒരു പെൻ ഡ്രൈവിൽ അയാൾ സ്മഗിൾ ചെയ്ത ഒരു സിനിമ ഉണ്ടല്ലോ, ദിസ് ഈസ് നോട്ട് എ ഫിലിം ഒക്കെ. ഇപ്പം ഹൗ ദിസ് ഈസ് നോട്ട് എ ഫിലിം ഈസ് എ ഫിലിം, അതൊക്കെ തിങ്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കര പവർഫുൾ മീഡിയം എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു അങ്ങനെയൊക്കെ IFFK എന്നെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ക്വർക്കിനെസിന്റെ ഒരു സിനോണിമാണ് കൃഷാന്ത് എന്ന പേര് ഇപ്പോൾ. സോ ആ ഒരു ക്വർക്കിനെസ് സ്റ്റോറീസിൽ കൊണ്ടുവരാനുള്ള ആ ഒരു തുടക്കം എങ്ങനെയാണ് എന്ന് പറയാമോ? എനിക്ക് ലൈക്ക് ക്വർക്കിനെസ് ഭയങ്കര ഡെലിബറേറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെയോ ഗൈ റിച്ചിയൊക്കെ ഡിസ്കവർ ചെയ്തത്. ലൈക്ക് വെൻ ഐ വാസ് ഇൻ കോളേജ് ഐ ഡിസ്കവർഡ് ഗൈ റിച്ചി ആൻഡ് ഐ ഡിസ്കവർഡ് കോഹൻ ബ്രദേഴ്സ് ആൻഡ് ഐ ഓൾസോ ഡിസ്കവർഡ് കശ്യപ്. ഐ ഓൾസോ ഗോട്ട് എക്സ്പോസ് ടു കിറോസ്താമീസ്. അപ്പം അതൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഇത് ആർട്ടിൻ്റെ തന്നെ ഒരു ഒരു എക്സ്റ്റൻഷനാണ് ഈ സംഭവം മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നുന്നു ലൈക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയോ അല്ലെങ്കിൽ എൻ്റെ അപ്ബ്രിങ്ങിങ്ങോ എൻ്റെ എക്കണോമിക് സ്പേസിൽ നിന്നൊക്കെ ഞാൻ വരുന്നതിന് ഹ്യൂമർ ആസ് എ ഡിഫെൻസ് മെക്കാനിസം ഇസ് ഓൾവേസ് എ പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി. അപ്പം ഇറ്റ്സ് വെരി ഈസി ടു എംബ്രേസ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ യുവർ ആർട്ട് വർക്ക്. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ആ ക്വർക്കിനെസ് എംബ്രേസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ പുച്ഛം, തിരുവനന്തപുരത്തെ ബേസിക് പുച്ഛമായിരിക്കും ഇതിൻ്റെ ആ ഒരു സാധനം വരുന്നത്. പിന്നെ ആ പുച്ഛം ആ റൂഡ്നെസ്സിലോട്ട് പോവാതെ മൈൽഡാക്കി ആർട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇൻസ്പിറേഷനും അപ്ബ്രിങ്ങിങ്ങും പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും ക്വർക്കിനെസ് വരുന്നത്. ഈ തിരുവനന്തപുരത്തുകാർ ഇത്ര പുച്ഛമുണ്ടോ? നമുക്ക് എല്ലാത്തിനെയും പുച്ഛമാണ്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ്. അല്ല, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി എൻ്റെ ചേട്ടന്മാർ ജനറേഷൻ, ലൈക്ക് ഐ തിങ്ക് ദി ഏർലി 80s പീപ്പിൾ ആൻഡ് ദി ഏർലി 70s ലേറ്റ് 70s പീപ്പിളൊക്കെ അയ്യോ അത് ഭയങ്കര പുച്ഛം. നമ്മളെ തന്നെ റോയൽ വിളിക്കും. അതെ അതെ, എനിക്ക് തന്നെ അത് ഇറ്റ് ഹാസ് ഗോട്ട് ടു ഡു വിത്ത് ദ മോഹൻലാൽ കൾച്ചർ ആസ് വെൽ. ലൈക്ക് ഹൗ ദോസ് ഫിലിംസ്, അതിൽ ഇവർ പ്രിയദർശൻ ഫിലിംസിലൊക്കെ വരുന്ന താറ്റും പുച്ഛവും ഒക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ്സാണ്, ഈസിലി ഇമ്പ്രസ് ഒന്നും ചെയ്യാൻ പറ്റില്ല.